കോൺഫിഡൻസ് ഇല്ല. എനിക്കൊരാളെ ഫേസ് ചെയ്ത് അവരുടെ ഫേസ് നോക്കി സംസാരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ എനിക്കൊരു ക്യാമറ ഫേസ് ചെയ്യാൻ മടിയാണ്. 4 ആൾക്കാരെ പുറത്തുനിന്ന് കാണുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, എന്തോ പോലെയാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരാണോ നിങ്ങൾ? ഇപ്പം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയൊരു അക്കൗണ്ടൊക്കെ എടുത്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് എൻ്റെ ഒരു ജേണിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവാണ്. അങ്ങനെ ഉള്ള ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ കോൺഫിഡൻസ് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക? കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് വളരെ ഈസിയാണോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ട്, സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ എവിടെയും എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇതിൽ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ അതങ്ങനെ കാര്യമായിട്ട് ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. മേ ബി ഇത് എവിടെയും എത്തിയില്ലെങ്കിൽ കൂടെ എനിക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഗട്ട്സ് എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഭയങ്കര ചമ്പലാണ്. എന്നെ ആരോ ഒരു 100 പേര് എൻ്റെ ഫേസ് ഇങ്ങനെ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. ഒരു ക്യാമറ നോക്കി സംസാരിക്കണം, അത്രയും നാണക്കട ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും നോക്കിയിട്ട്. ആൻഡ് എനിക്കിങ്ങനെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റില്ല. ആദ്യം നിന്നും ഇത്രയ്ക്കും എങ്കിലും സംസാരിക്കാനുള്ള ഒരു ചേഞ്ച് എനിക്കുണ്ടായത് അതിന് കാരണം ഞാൻ തന്നെയാണ് കേട്ടോ. അതെങ്ങനെ വെച്ചാൽ പ്രാക്ടീസിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചത്. ആൻഡ് എൻ്റെ സ്കൂളിങ് ആ ഒരു ടൈമിലേക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് തന്നെ അറിയില്ല. അത്രയും നാണം കുടുങ്ങിയിട്ട് എൻ്റെ ഫേസ് തന്നെ പൊങ്ങില്ല. ടീച്ചർ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അല്ലെങ്കിൽ വന്ന് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞാൽ അയ്യോ ഐ കാണ്ട്, അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഒരു ഡിഗ്രി ലെവലൊക്കെ ആയപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തു. ആൻഡ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സെമിനാർസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. ആൻഡ് അങ്ങനെ ഭയങ്കര ഒരു ചേഞ്ച് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടു ആൻഡ് ഇത് കേട്ട് നിങ്ങൾ ജസ്റ്റ് മോട്ടിവേറ്റ് ആയി എന്നിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആവും അങ്ങനെ വിചാരിച്ചൊരു 10-15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കോൺഫിഡൻസ്. അതിനുശേഷം നിങ്ങൾ പഴയ പോലെ തന്നെ ആവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാര്യം നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതായത് എന്നെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആൻഡ് എന്നെക്കുറിച്ച് എന്നെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആൻഡ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ എന്നെ നോക്കി കളിയാക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ നോക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ വെച്ച് ഒഴിവാക്കുക. കാരണം ആരും നമ്മളെക്കുറിച്ച് ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആൾക്കാർക്ക് വേറെ പണിയുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. മേ ബി നമ്മളെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അതിൽ കൂടുതലൊന്നും അവർക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ടൈമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ചിട്ട് വറി ആവേണ്ട ആവശ്യം? ആൻഡ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അയ്യോ ഞാൻ ഇനിയിപ്പോൾ സപ്പോസ് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, എനിക്ക് ഭയങ്കര നാണക്കേടാണ്, അവരൊക്കെ എന്നെ കളിയൊക്കെ ചിരിക്കുമല്ലോ, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടോ എന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ഫേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആദ്യം ജസ്റ്റ് നമ്മളെ കാണുമ്പോൾ മിക്കവാറും എല്ലാവരും ചിരിക്കും. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ കാണുമ്പോൾ എന്നെ നോക്കി ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ലൈക്ക് നമുക്ക് അറിയുന്ന ഒരാളാണ്, അയാളിങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വരും. പക്ഷേ ദേ ഡോണ്ട് കെയർ. 2, 3, 4 വീഡിയോസൊക്കെ കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ നോക്കി ചിരിക്കില്ല. മേ ബി നമ്മുടെ വീഡിയോ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കിയേ വരില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, പല കാര്യത്തിന് പിന്നാലും ഓടുകയാണ് ആൾക്കാർ. അപ്പോൾ അതിനൊന്നും ടൈമില്ല. സോ ആദ്യം അത് ഒഴിവാക്കാം. രണ്ടാമത്, എനിക്ക് സംസാരിക്കാൻ കിട്ടണില്ല എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കുളിക്കാനൊക്കെ ബാത്റൂമിൽ കയറുമ്പോൾ നമ്മുടെ മിറർ കണ്ണട നോക്കി അതിലിങ്ങനെ സംസാരിക്കുക. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹലോ വെൽക്കം ടു മൈ ചാനൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കുക. അങ്ങനെ ഡെയിലി ഇങ്ങനെ സംസാരിക്കുക. ആളുകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ട, നമുക്ക് വട്ടാന്ന് വിചാരിക്കും. സോ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങളുടെ അനിയത്തിയോ ചേച്ചിയോ ഫ്രണ്ടോ ആരെങ്കിലും ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അവരോട് എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെയോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ചിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് ഇൻസ്റ്റ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ നമുക്ക് റൂമിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ കാറിലോ എവിടെയെങ്കിലും നമുക്കൊരു പ്രൈവസി കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് കൂളായിട്ട് സംസാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമോ എന്നുള്ള ഒരു മടിയോ പേടിയോ ഒന്നും ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കണം. നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് അത് ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ സക്സസ് ആവില്ല, ആരും കാണില്ല, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യും. പല സ്ട്രെസ് ഉണ്ടാവും നമുക്ക്, അതിൽ നമ്മളെ ഭയങ്കരമായിട്ട് കുറച്ച് നേരത്തെങ്കിലും അതിങ്ങനെ മാറ്റി ചിന്തിപ്പിക്കും. ആൻഡ് അതേപോലെ നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് യൂട്യൂബ് വീഡിയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ 1, 2 ഒക്കെ ആയിട്ട്, ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് എന്നെ പോലുള്ള ആൾക്കാരെയാണ് പറയുന്നത്, അതിങ്ങനെ കൂടുമ്പോൾ അതൊരു രസമാണ് അതൊക്കെ കാണുമ്പോൾ. ആൻഡ് അതേപോലെ വ്യൂസ് ഇതൊക്കെ കാണുമ്പോൾ.
അടുത്തത്, നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട്, അതായത് ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന അയാളെ നോക്കി നമ്മൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അയാളെ പോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കണം, വലിയൊരു സംഭവമാണ്, അങ്ങനെയൊന്നും ശ്രമിക്കാതിരിക്കുക. ബിക്കോസ് നമ്മൾ ഭയങ്കര സ്പീഡായിട്ട് സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ വേർഡ്സൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്ന് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് അവിടെ തകർന്നു പോകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വേർഡ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ പതുക്കെ പതുക്കെ സംസാരിച്ചാൽ മതി. ഭയങ്കര സ്പീഡായിട്ട് അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. അടുത്തത്, മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ മിസ്റ്റേക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അത് എല്ലാ കാര്യത്തിലും, അവരുടെ സ്റ്റഡീസിലായാലും ശരി, ലൈഫിൽ പൈസയുടെ കാര്യത്തിലായാലും, വീട് വയ്ക്കുക, ഫാമിലി മാറ്റേഴ്സ്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ കാര്യത്തിലും ഹ്യൂമൻ ബീങ്സിന് മിസ്റ്റേക്ക് സംഭവിക്കും. അത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്ക് സംഭവിച്ചു, അയ്യോ എനിക്ക് ഇന്നിങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം ഈ നമ്മളെ നോക്കി ചിരിക്കുന്ന ആൾക്കാരും അവിടെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. ആൻഡ് നമ്മളിപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഒക്കേഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സെമിനാർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓക്കെ ഒരു വീഡിയോ എടുക്കുകയാണ്, അപ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ് എന്നുള്ള ചിന്ത ആദ്യം ഒഴിവാക്കുക. ആരെന്നെ നോക്കിയാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. നമ്മളെ നോക്കിയപ്പോൾ നമുക്കിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? അവർ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നമ്മളെ കുറച്ച് നേരം നോക്കും. സപ്പോസ് അവർ ആ ക്യാമറയിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ഒഴിഞ്ഞു മാറാനേ നോക്കുള്ളൂ, അല്ലാതെ ക്യാമറേൻ്റെ ഉള്ളിൽ വന്ന് നമ്മളെ കളിയാക്കി ചിരിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്പീഡായിട്ട് സംസാരിക്കാതിരിക്കുക, പറയുന്ന കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ആൻഡ് അടുത്ത കാര്യം, നമ്മൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ആ ഐ കോൺടാക്റ്റ് എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് ബിൽഡായിട്ട് വരും. ഇപ്പോൾ ക്യാമറയാണെങ്കിൽ ക്യാമറയുടെ ആ ഒരു ക്യാമറ അല്ലേ, അതായിരിക്കണം നമ്മുടെ ഐ കോൺടാക്റ്റ്. അപ്പോൾ ഞാൻ ഈ ക്യാമറയിലൂടെ ഇപ്പോൾ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒരുപാട് പേരുടെ ഫേസിലേക്ക് നോക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. സോ ഞാൻ ആ ക്യാമറ കുറേ ആൾക്കാരായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ അതിനെ നോക്കി സംസാരിക്കുന്നത്. സോ അതും ഒരു കോൺഫിഡൻസ് ആണ്. ഈ ഒരു ക്യാമറയെ നോക്കി സംസാരിക്കാനും വേണം ഒരു കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ ഈ പിന്നാലെ കളിയാക്കി ചിരിക്കുന്ന ആൾക്കാരൊന്നും എവിടെയും എത്തിയിട്ടില്ലാത്ത ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ഒന്നും ഇതുപോലെ ആവാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ക്യാമറയെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ കളിയാക്കുന്നത്. ഒന്ന് അവർ നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ക്യാമറ ഒന്ന് പിടിച്ച് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളൊരു 2 വാക്ക് സംസാരിക്കും എന്ന് പറഞ്ഞാൽ അവർ ബബ്ബായിരിക്കും, അവർ ആ ക്യാമറയ്ക്ക് തന്നെ നോക്കില്ല. സോ ഒരിക്കലും എന്താ പറയുക, നമ്മളെ കളിയാക്കുന്ന ആൾക്കാരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ എത്രയോ മുകളിലാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കളിയാക്കി ചിരിക്കുന്ന ആൾക്കാരൊന്നും ഒന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അവരെ പിടിച്ച് താഴേക്ക് ഇടാനാണ് ശ്രമിക്കുക. സോ നിങ്ങൾ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള റീൽസൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസേ ഇല്ല എന്ന് പറയുന്നവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കാനില്ല. ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ കണ്ടു എന്ന് വയ്ക്കും, ചിലവർ നമ്മളെ മനഃപൂർവ്വം കാണാതെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയും. മേ ബി അവർ കണ്ടിട്ട് നമുക്ക് ആ ഒരു വ്യൂസ് കിട്ടരുതേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആയാലും റീൽസ് ആയാലും ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് പോയി റീച്ച് ആവും. ആ ആൾക്കാരൊന്നും നമുക്ക് അറിയണം തന്നെ ഇല്ല, പക്ഷെ അവർ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് ഇരുന്ന് കാണും. ചിലവരൊക്കെ ലൈക്ക് ചെയ്യും, ഒരു കമൻറ്റൊക്കെ ഇട്ട് പോവും. അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്താലല്ലേ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതിന് മടിക്കാതിരിക്കുക. ഇനി എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്, എന്താ പറയാമെന്നറിയില്ല, ഞാൻ കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാം, എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ പറയാം. പക്ഷെ ഞാനൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ ഫുൾ അതേപോലെ സ്ക്രിപ്റ്റ് എഴുതി വെക്കാൻ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റ് പോലെ പറഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതങ്ങോട്ട് കൺവേ ചെയ്യുക, ധൈര്യമായിട്ട് കൺവേ ചെയ്യുക. ആൻഡ് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോട് യൂസ് ആവും. നമ്മൾ ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാവുള്ളൂ, അത് നോർമലാണ്. ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് ഇട്ട ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ വലിയ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ. സോ വീഡിയോസ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല പ്രൊഫഷൻസിലും വേണമല്ലോ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ടായിട്ടും കൂടെ നമ്മളത് തിരിച്ചറിയാതെ ഒരു ഷൈനസ് ഒന്ന് പിന്മാറി നിൽക്കും കുറേ ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പറയാനുള്ളതൊന്നും മാത്രമേ ഉള്ളൂ, നമ്മളെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് തന്നെ അറിയുള്ളൂ. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ആരാണ് എന്താണെന്നുള്ളത്. പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് അറിയാം?
അപ്പോൾ പിന്നെ ഒരു കളിയാക്കേ ഉള്ളൂ. കളിയാക്കലുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ചെവിനെ കൊള്ളണ്ടെന്നേ ഞാൻ പറയുള്ളൂ. മൈൻഡ് തന്നെ ചെയ്യണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആരും നമുക്ക് തരുന്ന കാര്യമല്ല, നമ്മൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഗട്ട്സോടുകൂടി ഇരിക്കുക. നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം നല്ല രീതിക്ക് ചെയ്യുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല.